താരസംഘടന അമ്മ ചരിത്രപരമായ വലിയൊരു മാറ്റത്തിന് ഇന്നലെ സാക്ഷ്യം വഹിച്ചു. അതിൻ്റെ 31 വർഷം നീണ്ട ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നു. ശ്വേതാ മേനോനാണ് പുതിയ പ്രസിഡന്റ്. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായും തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാള സിനിമയിൽ നടിമാർ, വനിതാ പ്രവർത്തകർ നേരിടുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പീഡനങ്ങൾ, പ്രയാസങ്ങൾ ഇവയൊന്നും മുൻപ് കഴിഞ്ഞുപോയ പുരുഷന്മാർ നേതൃത്വം നൽകിയ ഭരണസമിതി വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്ന വിമർശനങ്ങൾ ഉയരുന്നു. അത് ശരിവെച്ചുകൊണ്ടുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു. അതിന് പിന്നാലെ വലിയ ആരോപണ പ്രത്യാരോപണ വിവാദ കൊടുങ്കാറ്റുകൾ ആഞ്ഞു വീശുന്നു. അതിന് പിന്നാലെ മോഹൻലാൽ നേതൃത്വം നൽകിയ ഭരണസമിതി രാജിവെച്ചൊഴിയുന്നു. ഇപ്പോൾ സ്ത്രീകൾ നേതൃത്വം നൽകുന്ന ഒരു പുതിയ ഭരണസമിതി വരുമ്പോഴെങ്കിലും ഈ ഉയർന്ന ആരോപണങ്ങൾക്ക്, വിമർശനങ്ങൾ ശരിയാം വിധം അഡ്രസ്സ് ചെയ്യപ്പെടുമോ? മലയാള സിനിമയിൽ ഒരു പുതിയ മാറ്റത്തിന് ഇത് തുടക്കം കുറിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാദ്യം സംസാരിക്കുകയാണ് നിഷാദ്. ഇപ്പോഴാണ് ആ പേരന്വർത്ഥമാകുന്ന രീതിയിൽ ഒരു മാറ്റം വന്നത് എന്നൊക്കെ കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നു. അതോടൊപ്പം സ്ത്രീകൾ വന്നു, ശരിയാണ്, പക്ഷേ വന്നത് ശ്വേതയും കുക്കുവുമൊക്കെയാണ് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ കാണുന്നു. ഒന്നാമത് മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനയുടെ തലപ്പത്തുണ്ടായിട്ടുള്ള ഈ മാറ്റം ശുഭകരമാണ് എന്ന് തന്നെയുള്ള എൻ്റെ പ്രാഥമികമായ അഭിപ്രായം അതാണ്. കാരണം മലയാള സിനിമയും അതിൻ്റെ സംഘടനയും ആ സംഘടനകളുടെ പ്രവർത്തന രീതിയും, അമ്മ മാത്രമല്ല ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് യൂണിയനും അടക്കമുള്ള വിവിധ സംഘടനകളുണ്ട്. ആ സംഘടനകളും അതുമായി ബന്ധപ്പെട്ട് സമീപകാലത്തുണ്ടായി വന്ന വിവാദങ്ങളും പരാതികളും അതിന്മേൽ അവിടെ നിന്നുണ്ടായിട്ടുള്ള പ്രതികരണങ്ങളും എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് ഒരു കൂട്ടം താപ്പാനകളായ ആളുകളുടെ കയ്യിലിരിക്കുന്ന സംവിധാനമായിരുന്നു. അതിൽ തന്നെയും ആണുങ്ങളായിരുന്നു സർവോപരി എപ്പോഴും അതിനെ ഭരിച്ചുകൊണ്ടിരുന്നത്. അത് ആണുങ്ങളുടെ മാത്രം ഒരു സംവിധാനം, ആണുങ്ങളുടെ മാത്രം താല്പര്യം, ആണുങ്ങൾ പ്രതികളാക്കപ്പെടുകയും ആരോപണ വിധേയരാക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം അവരെ സംരക്ഷിക്കുന്ന ഒരു എക്കോസിസ്റ്റമായിട്ടാണ് എക്കാലവും നിലനിന്ന് പോന്നിരുന്നത്. സ്ത്രീകൾ അധികാരപഥത്തിലേക്ക് വരിക, സ്ത്രീകൾ സംസാരിക്കുക, സ്ത്രീകൾ അവരുടെ സ്പേസിൽ നിന്നുകൊണ്ട് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് തന്നെ ഒരു നിലയ്ക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത, അത്തരമൊരു ഒരു ഒരു അവകാശബോധത്തെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത സംവിധാനമായിരുന്നു അതെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴാണ് മലയാള സിനിമ അഭിനേതാക്കളുടെ സംഘടനാ തലപ്പത്തേക്ക് കുറേ സ്ത്രീകൾ അതിൻ്റെ പ്രധാനപ്പെട്ട കസേരകളിലേക്ക് വരുന്നത്. അത് ആ അർത്ഥത്തിൽ ശുഭകരമാണ്. പൊതുവേ സ്ത്രീകൾ പ്രധാന സ്ഥാനങ്ങളിൽ വരാൻ പാടില്ല എന്ന് ആളുകൾ ഇപ്പോഴും ശഠിക്കുന്ന കാലമാണ് നമ്മുടെ കാലം. ആ കാലത്ത് ആ മാറ്റം ഉണ്ടാകുന്ന പ്രത്യേകം അഭിനന്ദിക്കപ്പെടേണ്ട ഒരു മാറ്റമാണെന്ന് മാത്രമല്ല, അമ്മ പോലെ ഒരു സംഘടന എന്തുമാത്രം പുരുഷ താല്പര്യ കേന്ദ്രീകൃതമാണെന്ന് നമ്മൾ ഈ സമീപകാലത്ത് കണ്ടതല്ലേ. കാരണം ഒരു നടി ആക്രമിക്കപ്പെട്ടു എന്നത് കേരളത്തിന് മുൻപിലുള്ള യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിശദാംശങ്ങൾ, അതിൻ്റെ പേരിൽ ആരൊക്കെയാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ടും ആരോപണ വിധേയനായ പോലീസ് കേസിൽ പ്രതിയായ ആളെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലയാണ് ആ സംഘടന എടുത്തത്. ഒരു ഘട്ടത്തിൽ ഒരു നിവൃത്തിയുമില്ലാതെ വന്നപ്പോൾ ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വിചിത്രമായ നിലപാടൊക്കെ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ആ നിലയ്ക്ക് വരുന്നത് ഇവരെങ്ങനെ സഹിക്കുമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പോൾ കൊല്ലം തുളസി പറഞ്ഞു കേട്ടു, സ്ത്രീകൾ താഴെയല്ലേ നിൽക്കേണ്ടത്, പുരുഷന്മാരല്ലേ ഭരിക്കേണ്ടത്. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഇവരെങ്ങനെയാണ് ഇത് സഹിക്കുക? ഒരു സ്ത്രീയാണ് ഞങ്ങളുടെ സംഘടന തലപ്പത്തുള്ളതെന്നുള്ള ഒരു വികാരം. ഇന്നലെ തന്നെ നോക്കൂ, പാതിയിലധികം പേര് വോട്ട് ചെയ്തിട്ടില്ല. മൊത്തം വോട്ടവകാശമുള്ളതിൽ 50% എബവ് ആളുകൾ, പ്രധാന താരങ്ങളടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്യാൻ പോലും വന്നിട്ടില്ല. കാരണം അവർക്ക് മനസ്സിലായി എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം അവരിൽ ഇതിനകത്ത് തലപ്പത്ത് വരാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർക്കൊന്നും വരാൻ പറ്റാത്ത ഒരു സവിശേഷ സന്ദർഭം രൂപപ്പെട്ടു. അപ്പോൾ പിന്നെ കളത്തിലുള്ളത് ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനെയും പോലെ ആൾക്കാരാണ്. അപ്പോൾ അവരാണ് അധികാരത്തിലേക്ക് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്ന മട്ടിൽ വോട്ട് ചെയ്യാൻ ബഹുഭൂരിപക്ഷം ആൾക്കാരവിടെ വന്നില്ല എന്ന് കാണണം. അവരതിനെ അതത്രയും വാല്യൂ ചെയ്തിട്ടുള്ളൂ. എനിവേ ചെയ്ത വോട്ടാണ് പ്രധാനം. അതിൽ തന്നെ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടു, അത്രയും നല്ല കാര്യം. രണ്ടാമത്തേത്, ഇതിലേറ്റവും പ്രധാന കാര്യം, സ്ത്രീ അമ്മയാകണം എന്നെല്ലാവരും ആഗ്രഹിച്ചു. ഇപ്പോൾ അത് അമ്മയായിരിക്കുന്നു. അമ്മ ഒരു വനിതയാകണം എന്നെല്ലാവരും ആഗ്രഹിച്ചു. ഇപ്പോൾ അത് വനിതയായിരിക്കുന്നു എന്ന് ശ്വേതാ മേനോൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീകളുടെ വൈകാരിക തലങ്ങളെ, സ്ത്രീകളുടെ അവകാശബോധത്തെ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയായിട്ട് അത് മാറണമെന്ന് പലരും പറഞ്ഞു. ഇപ്പോൾ അത് മാറി എന്നാണ് അവർ പറഞ്ഞ ഒരു വാചകം. അത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. സോ എന്തുകൊണ്ടാണ് സ്ത്രീകൾ ആ സംഘടനയുടെ തലപ്പത്തേക്ക് വരണമെന്ന് അതിനകത്തുള്ളവരും പുറത്തുള്ളവരും ആഗ്രഹിച്ചത്? ആ റീസണെ അവരെന്തുമാത്രം ഉൾക്കൊള്ളുന്നു? അതാണ് അടുത്ത ചോദ്യം. വെറുതെ ഒരു സ്ത്രീ വന്ന് അവിടെ ഇരിക്കുക എന്നതിലല്ല, എന്തുകൊണ്ട് സ്ത്രീകൾ വരണം എന്ന ആളുകൾ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ അതിനകത്തെ ഇരകൾ ആഗ്രഹിച്ചു, അതിനകത്തെ പോരാളികൾ ആഗ്രഹിച്ചു. അതിൻ്റെ കാരണം സ്ത്രീകൾ വലിയ തോതിലുള്ള വിവേചനം അനുഭവിക്കുകയാണ്. ആ വിവേചനത്തിന് പരിഹാരമുണ്ടാക്കുന്നതിന് കുറച്ചുകൂടി വിശാല വീക്ഷണമുള്ള, സ്ത്രീ അവകാശബോധമുള്ള, തുല്യതാബോധമുള്ള ആളുകൾ അതിൻ്റെ തലപ്പത്തേക്ക് വരണം. അത് വനിതയായിരിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇപ്പോൾ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്വേതാ മേനോനും അല്ലെങ്കിൽ ശ്വേതാ മേനോൻ്റെ ഒപ്പമുള്ള ആളുകളും മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പ്രതികരണങ്ങളിൽ മനസ്സിലാവുന്നത് തങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് കാരണമാക്കപ്പെടുമെന്ന് സ്വാഭാവികമായി വിചാരിക്കുന്ന റീസൺ ഉണ്ടല്ലോ, അതിനെ അവരെന്ത് ചെയ്താൽ അംഗീകരിക്കുന്നില്ല.
കാരണം 4 നടിമാർ രാജിവെച്ച് പോയി അമ്മയിൽ നിന്ന്. രാജിവെച്ച് പോകാനുണ്ടായ കാരണം എന്താണെന്ന് കേരളത്തിന് മുഴുവൻ അറിയാം. അവരുന്നയിച്ച പ്രശ്നത്തെ വാല്യൂ ചെയ്യാൻ ആ സംഘടന തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന നില വന്നപ്പോൾ ഗതികെട്ടിട്ടാണ് അവർ രാജിവെച്ച് പോയത്. റിമയും ഗീതുവും അടക്കമുള്ള 4 പേര്, ഭാവന, ഇവരൊക്കെ രാജിവെച്ച് പോകാനുള്ള കാരണം അതാണ്. അപ്പോൾ ഇപ്പോൾ ശ്വേതാ മേനോട് അവരെ തിരികെ കൊണ്ടുവരുമോ? ശ്വേതാ മേനോൻ്റെ ഹസ്ബൻഡ് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പ്രതികരണത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രിയാണ് മലയാളം സിനിമ. ആ മലയാളം സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ പക്ഷേ കുറച്ച് ഇമേജ് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഘട്ടമാണിത്. ആ ഇമേജ്, ആ പ്രതിച്ഛായ പ്രശ്നത്തെ മറികടക്കാൻ ഉള്ള ഉദ്യമങ്ങൾക്കായിരിക്കണം ഊന്നൽ കൊടുക്കുക. അതായിരിക്കും മുമ്പിലുള്ള പ്രധാനപ്പെട്ട ചലഞ്ചെന്ന് ഞാൻ കാണുന്നു ശ്വേതയ്ക്ക് മുമ്പിൽ നിന്ന്. അതുതന്നെയാണ് അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻഡസ്ട്രി ആയിരിക്കുന്ന അമ്മയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ആരോപണങ്ങളും കേസുകളും ഉണ്ട്. അവ പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും നിൽക്കാൻ കഴിയുന്ന, തൊഴിൽ സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു തൊഴിലവകാശബോധ സംഘടനയാക്കി അതിനെ മാറ്റാൻ അവർക്ക് പറ്റുമോ? ആ ചോദ്യം അവരുടെ മുമ്പിലുള്ളൂ. വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ബാക്കിയൊക്കെ അത് നോർമലി അത് റൺ ആയിക്കോളും. അതിനകത്ത് അവരെടുക്കുന്ന പൊസിഷൻ അമ്പരപ്പിക്കുന്നതാണ്. അതായത് രാജിവെച്ച് പോയ ആളുകൾക്ക് തിരികെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരെ എവിടെ എടുക്കാം. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അജണ്ടയായിട്ട് അതിനെ കാണുന്നില്ല എന്നവർ പറയുന്നു. അങ്ങനെയാണോ അവർ ചെയ്യേണ്ടത്? ആ രാജിവെച്ച് പോയവർ വെറുതെ എന്തെങ്കിലും പിണക്കത്തിൻ്റെ പേരിലോ പദവികൾ കിട്ടാത്തതിൻ്റെ പേരിലോ രാജിവെച്ച് പോയവരല്ല. മറിച്ച് അവർ രാജിവെച്ച് പോയത് ഈ സംഘടന എടുത്ത സ്ത്രീവിരുദ്ധമായ നിലപാടിൻ്റെ പേരിൽ രാജിവെച്ച് പോയവരാണ്. അപ്പോൾ ആ സ്ത്രീവിരുദ്ധ നിലപാട് എപ്പോൾ ആ സംഘടന തിരുത്തുന്നോ അപ്പോഴാണ് അവർക്ക് കടന്നു വരാൻ പറ്റുക. അതിന് ആര് ഇനീഷ്യേറ്റീവ് എടുക്കണം? ഈ വിജയിക്കപ്പെട്ട ശ്വേതാ മേനോൻ ഇനീഷ്യേറ്റീവ് എടുക്കണം. ഞാൻ ആ ഇനീഷ്യേറ്റീവ് എടുക്കാൻ പോകുന്നില്ല എന്നവർ പ്രഖ്യാപിച്ചാൽ പിന്നെ അവരുടെ വിജയം കൊണ്ട് എന്ത് പ്രയോജനം? അവർ തിരഞ്ഞെടുക്കപ്പെടണമെന്ന് വിചാരിച്ച മനുഷ്യരുടെ കാരണത്തിന് ഒരു വാല്യൂവും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ ഈ 4 പേരെ തിരികെ കൊണ്ടുവരാൻ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ചിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ആ ചേഞ്ച് അവർ കൊണ്ടുവരുമോ? അതോ അവർ ഈ പറയുന്ന പുരുഷ കേസരികളായ മനുഷ്യർ ഇത്രയും കാലം കൊണ്ടു നടന്ന ഈ പറയുന്ന സ്ത്രീവിരുദ്ധമായ താല്പര്യത്തിൻ്റെ പ്രചാരകയായി തന്നെ തുടരുമോ എന്ന ആശങ്ക അതവരുണ്ടാക്കാൻ പാടില്ല. ഇതിന് മുമ്പ് നിൽക്കുന്ന അതിൻ്റെ കൂടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചും പലതരത്തിലുള്ള കൺസേൺസ് ആൾക്കാർ ഉന്നയിക്കുന്നുണ്ട്. അവരെടുക്കുന്ന പൊസിഷൻ എന്താണ്? ഇപ്പോൾ അതിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു യുവതി ദിലീപേട്ടന് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയും അയാൾക്ക് വേണ്ടി നിലകൊള്ളുകയും അയാൾ അനാവശ്യമായി വേട്ടയാടപ്പെടുകയും ചെയ്തെന്ന് പുറത്തു പറയാൻ മടി കാണിച്ചിട്ടില്ലാത്തവരാണ്. കുക്കു പരമേശ്വരൻ വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ, അതിലെ ഇരകളാക്കപ്പെട്ട ആളുകളുടെ ടെസ്റ്റിമണി വീഡിയോയുമായി ബന്ധപ്പെട്ട് സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻ അവർക്കെതിരെ ഉണ്ട്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായും എല്ലാം ബന്ധപ്പെട്ട് സൂക്ഷ്മ പരിശോധനയിൽ നമുക്ക് സംശയിക്കാനും അല്ലെങ്കിൽ ആശങ്കപ്പെടാനും കഴിയുന്ന പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ അവർക്കെതിരെയുണ്ട്. അതുകൊണ്ട് അവരെ പൂർണ്ണമായും റദ്ദ് ചെയ്ത് കളയണം എന്നല്ല ഞാൻ പറയാം. പക്ഷേ അങ്ങനെ റദ്ദ് ചെയ്ത് കളയരുത് എങ്കിൽ അവർ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? എന്തുകൊണ്ട് അമ്മയിൽ വനിതകൾ വരണം എന്ന ക്വസ്റ്റ്യൻ ഉയർന്നു വന്നു? ആ ക്വസ്റ്റ്യനെ സാധൂകരിക്കുന്ന പൊസിഷൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വിജയം അപ്രസക്തമായി പോകും. അത് ശ്വേതാ മേനോൻ്റെ ആദ്യ പ്രതികരണം അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. അവരെ കൊണ്ട് അവർ പറയാണ് ഈ 4 പേരെ തിരികെ കൊണ്ടുവരാൻ ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നിടത്ത് അവർ ഒരു ഉപയോഗശൂന്യമായ കസേരയിലിരിക്കുന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉയർന്നു വരും. രണ്ട് ഡയമെൻഷൻ അതിനുണ്ട്. ഒന്നാമത്തേത്, കേരളത്തിൽ എവിടെയും സ്ത്രീകൾ പ്രധാനപ്പെട്ട കസേരകളിലേക്ക് വരുന്നു എന്നത് ഒരു സമൂഹത്തിനാകെ നല്ല സന്ദേശമാണ്. പക്ഷെ അമ്മയിലെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ സവിശേഷമായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളോട് മുൻപത്തെ ആളുകൾ തന്നെ സ്വീകരിച്ച സമീപനമാണ് ഇവർ സ്വീകരിക്കാൻ പോകുന്നതെങ്കിൽ ഇവരെ കൊണ്ട് പ്രത്യേകിച്ച് വിപ്ലവകരമായിട്ടുള്ള ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. അതുകൊണ്ട് ശ്വേതാ മേനോൻ തിരഞ്ഞെടുക്കപ്പെട്ട മൊമെൻറ്റ് കഴിഞ്ഞ് അവരുടെ ആദ്യ പ്രതികരണം എല്ലാ അർത്ഥത്തിലും നിർഭാഗ്യകരമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരി, അജിംസ്, ഇപ്പോൾ നിഷാദ് സൂചിപ്പിച്ചതുപോലെ ഈ അനധികാരവും സ്ത്രീവിരുദ്ധതയും നിറഞ്ഞ ഒരു പഴയ കാലഘട്ടം മാറാൻ പോകുന്ന ഒരു പുതിയ കാലം സിനിമയിൽ വരുന്നു എന്ന് പൂർണ്ണമായും പ്രതീക്ഷിക്കാൻ വകയുണ്ടോ? നമ്മുടെ കേരളത്തിലെ പലതരം സംഘടനകളുണ്ട്. ട്രേഡ് യൂണിയനുകളുണ്ട്, തൊഴിലാവകാശ സംഘടനകളുണ്ട്, മനുഷ്യാവകാശ സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുണ്ട്, സാമുദായിക സംഘടനകളുണ്ട്, നവോത്ഥാന സംഘടനകളുണ്ട്, സാഹിത്യ പ്രവർത്തകരുടെ സംഘടന, അങ്ങനെ പലതരം സംഘടനകളുണ്ട്. ഈ സംഘടനകളുടെ മൂല്യം എന്ന് പറയുന്നത് അവരാർക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്, അവരിലെ അംഗങ്ങൾ ആരാണോ, അവരിലും പൊതുസമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ മാറ്റം കൊണ്ടുവന്ന സംഘടനകളുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് അതൊന്നും ചെയ്യാതെ ജീർണിച്ച് ചത്തൊടുങ്ങിപ്പോയ സംഘടനകളുണ്ട്. ഇപ്പോൾ ഇന്ന് നിലനിൽക്കുന്ന പല സംഘടനകളുടെയും മുൻകാല രൂപം അതൊരു റവല്യൂഷണറി ട്രാക്കിലൊക്കെ ആയിരിക്കും. പിന്നീട് അതൊരു സാധാരണ രീതിയിൽ സ്റ്റാറ്റസ് കോയിലേക്ക് മാറുകയോ ചെയ്തിട്ടുണ്ടാവും. അത് എല്ലാ സംഘടനകളും സംഭവിക്കാം. പക്ഷേ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു പ്രശ്നം, അതിൻ്റെ സ്ഥാപിത ലക്ഷ്യം എന്താണ്, അത് സ്ഥാപിക്കപ്പെട്ടത് എന്ത് മൂല്യങ്ങളിലാണ് എന്നൊരു ചോദ്യമുണ്ട്. അമ്മ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അത് സ്ഥാപിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? അമ്മ എന്താണ് മലയാള സിനിമയ്ക്കും കേരള സമൂഹത്തിനും ചെയ്തിട്ടുള്ളത്? എന്ത് കോൺട്രിബ്യൂഷനാണ് അത് കൊടുത്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് കൊടുത്തുള്ള കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന അവശ കലാകാരന്മാർക്കുള്ള പെൻഷൻ, ഇതാണ് അത് കോൺട്രിബ്യൂഷനായിട്ട് പറയുന്നത്. അതിപ്പോൾ ചെയ്യുന്ന പല ആളുകളുമുണ്ട്, സർക്കാരും ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമ്മ എന്ന സംഘടന സ്ഥാപിച്ചതിന് ശേഷം ചെയ്ത കാര്യങ്ങൾ എന്താണ്? അവർ ഷോ സംഘടിപ്പിക്കുന്നു, അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നു, അതുപയോഗിച്ച് ചാരിറ്റി ചെയ്യുന്നു. ഇതാണ് അവർ ചെയ്യുന്നൊരു കാര്യം. പിന്നെ ഒരു സിനിമ ഇറക്കി 2020 എന്ന് പറയുന്നൊരു സിനിമ ഇറക്കിയിട്ടുണ്ട്. അതല്ലാതെ ഈ സിനിമാ മേഖലയ്ക്കോ
സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന കലാകാരന്മാർക്കോ അവരുടെ തൊഴിലിനോ ഗുണപരമായി എന്തെങ്കിലും തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന എന്തെങ്കിലും സ്റ്റെപ്പ് അമ്മ എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥാപിത ലക്ഷ്യം തന്നെ മറ്റൊന്നാണ്. അത് പ്രവർത്തിച്ചു വരുന്ന വേറെ രീതിയിലാണ്. അതിൻ്റെ ഘടനയിൽ നേരത്തെ നിഷാദ് ചൂണ്ടിക്കാണിച്ച ഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്. അതിനൊരു പുരുഷ മേധാവിത്വ സ്വഭാവമുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഘടന. അതിനിടയിലാണ് അതിലെ ഭാരവാഹികൾക്കെതിരെ പോലും വലിയ തോതിലുള്ള ലൈംഗികാരോപണങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും അതിനെ തുടർന്ന് അതിന് മുമ്പും ശേഷമൊക്കെ ആയിട്ടുണ്ടായ കുറേ സംഭവവികാസങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ ഭാരവാഹികൾ കൂട്ടത്തോടെ രാജിവെച്ച് പോവുകയും ആ രാജിവെച്ച് പോയ ഒരു ഒഴിവിലേക്കാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഈ ഭാരവാഹികൾ രാജിവെച്ച് പോകുന്നത് ഏത് സിറ്റുവേഷനിലാണെന്ന് നമ്മൾ ആലോചിക്കണം. അതായത് ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയെ തന്നെ മലയാളി സമൂഹം ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്തിനാണ് ഇങ്ങനൊരു സംഘടന എന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സംഘടനയുടെ സാങ്കത്യത്തെ തന്നെ പൊതുസമൂഹം ചോദ്യം ചെയ്യുകയാണ്. പല കോണുകളിലും ചോദ്യം ചെയ്ത് എന്തിനാണ് ഇങ്ങനെ ഒരു സംഘടന. ഇപ്പോൾ ഫെഫ്കയെ പറ്റി പറയുകയാണ്. ഫെഫ്ക ഒരു ട്രേഡ് യൂണിയനുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല, അതിൻ്റെ ഘടനയും ലക്ഷ്യവും തന്നെ എന്താണ്, ട്രേഡ് യൂണിയൻ എന്ന സ്വഭാവമാണ് അതിനുള്ളത്. അമ്മയുടെ സ്വഭാവം എന്താണ്? അമ്മ ഒരു ട്രേഡ് യൂണിയനാണോ? അല്ല. അപ്പോൾ ഒരു സിനിമാ നടന് ഒരു സിനിമയിൽ ചാൻസ് ഉണ്ടാക്കി കൊടുക്കാൻ അമ്മയ്ക്ക് കഴിയുമോ? ഇല്ല. സിനിമയിൽ ചാൻസ് ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്താലേ മെമ്പർഷിപ്പ് കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഘടന. ഇതാണ് എൻ്റെ ഒരു മൗലികമായ പ്രശ്നം. അതാണ്. അപ്പോൾ ഈ ഭരണ നേതൃത്വം മുഴുവൻ രാജിവെച്ച് കഴിഞ്ഞ് പോവുക എന്ന് പറഞ്ഞാൽ മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിൽ നിന്ന് അവർ പുറത്തു പോകുക എന്നാണ് അർത്ഥം. ഇനി ഇതിൻ്റെ സാങ്കത്യം തന്നെ പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ രാജിവെച്ച് പോകുന്നത്. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 2 പേർ, ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും, വിജയ് ബാബുവിനെതിരായിട്ടുള്ളൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അലിഗേഷൻ ഉണ്ടായപ്പോൾ ആ ICCയുടെ ചെയർമാനായിരുന്നു ശ്വേതാ മേനോൻ. കുക്കു പരമേശ്വരൻ ICC കമ്മിറ്റി മെമ്പറായിരുന്നു. ഇവർ 2 പേരോടൊപ്പം മാലാ പാർവതിയും ICCയിൽ നിന്ന് രാജിവെച്ച് പോയത് ഒരു ഓർമ്മയുണ്ടാവും. അതായത് ഈ 3 പേർക്കും ഈ വിഷയത്തിലൊരു നിലപാടുണ്ട്. അമ്മ ആ നിലപാടിനോട് യോജിച്ച് പോകുന്നില്ല എന്ന് അവർക്ക് തോന്നിയുകൊണ്ടാണ് അവർ ICCയിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് കരുതി ഇവർ പൊതുസമൂഹം ആഗ്രഹിക്കുന്ന രീതിയിൽ അമ്മയെ മാറ്റിയെടുക്കണം എന്ന ലക്ഷ്യമുള്ളവരോ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ളവരോ ഒന്നും ആവണമെന്നില്ല. അവർക്കപ്പോൾ തോന്നിയൊരു ഇൻജസ്റ്റിസ് അവർ തുറന്നു പറഞ്ഞാൽ ഇതിന് രാജിവെച്ച് പോകുന്നവരാണ്. അപ്പോൾ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഒക്കെ മത്സരിക്കാൻ പോകുന്നു എന്നറിയുമ്പോൾ അവർ മത്സരിച്ച് വിജയിക്കണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ ഈ പറയുന്നൊരു പവർ ഗ്രൂപ്പുണ്ട്. ഹേമ കമ്മിറ്റി പറയുന്നൊരു പവർ ഗ്രൂപ്പ്, സിനിമയിലെ പവർ ഗ്രൂപ്പുണ്ട്. ആ പവർ ഗ്രൂപ്പിൻ്റെ അനുമതിയോ അവരുടെ മൗന സമ്മതമോ ഇല്ലാതെ അവർ ജയിക്കാൻ പോകുന്നില്ല. നമ്മൾ ആദ്യം മനസ്സിലാവും. അപ്പോൾ ആര് വോട്ട് ചെയ്തു ചെയ്തില്ല, എത്ര വോട്ട് പോൾ ചെയ്തു, അതിനപ്പുറം ആ ഗ്രൂപ്പ് ആഗ്രഹിക്കാതെ അമ്മ എന്ന സംഘടനയിൽ ഇവർ പ്രസിഡൻ്റ് ആവില്ല. അവർ അത് ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിട്ടുള്ള നാണക്കേടൊന്നും മാറ്റിയിടണമെങ്കിൽ ഇങ്ങനൊരു മാറ്റം അനിവാര്യമാണ് എന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. അവരാരും ഇപ്പോൾ തൽക്കാലം തിരഞ്ഞെടുക്കപ്പെടാനോ അല്ലെങ്കിൽ മത്സരിക്കാനോ ആഗ്രഹിക്കുന്നില്ല. അവർ ചിലപ്പോൾ അവരുടെ പ്രോക്സികളെയൊക്കെ മത്സരിപ്പിച്ചിട്ടുണ്ടാകും, പക്ഷേ അവർ അതിൻ്റെ ഒരു മുഖമാവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ താൽക്കാലികമായ ഒരു മുഖമാറ്റം അമ്മ എന്ന സംഘടന നിലനിൽക്കാൻ അനിവാര്യമാണ് എന്നത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടത് തന്നെ. അല്ലെങ്കിൽ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഞാൻ വ്യക്തിപരമായിട്ട് വിചാരിക്കുന്നില്ല. ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്നിട്ടില്ലെങ്കിൽ അത് അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി വരാതിരുന്നാവാനേ വഴിയുള്ളൂ. അപ്പോൾ നിലവിൽ ഈ അമ്മ എന്ന സംഘടന മുഖം രക്ഷിക്കാനുള്ളൊരു ഡാമേജ് കൺട്രോൾ ആണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1. 2, ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസ് മുതൽ അതിലെ ആരോപണ വിധേയനായ നടൻ മുതൽ അവരോടൊക്കെയുള്ള നിലപാടുകളിൽ ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് നിലപാടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ശ്വേതാ മേനോനോ കുക്കു പരമേശ്വരനോ ദിലീപിനെതിരായോ അനുകൂലിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിൽ അവർക്കൊരു അമ്മയിൽ പൊതുവേ കാണപ്പെടുന്നൊരു നിലപാടിന് വിരുദ്ധമായൊരു നിലപാട് അവർക്കുണ്ടാവുമെന്നും ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇപ്പോൾ നാം കാണുന്നത് ഒരു ഡാമേജ് കൺട്രോൾ മെക്കാനിസമാണ്. താൽക്കാലികമായ അമ്മയുടെ ആ മുഖം മാറും. ചിലപ്പോൾ അവർ വളരെ ബോൾഡായിട്ടുള്ള ചില നടപടികൾ എടുത്തേക്കാം. എടുക്കുന്നത് പോലും അമ്മയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മൊത്തം ഫിലിം ഇൻഡസ്ട്രിക്ക് എന്തെയോ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയോ പുതിയ കാലം ആഗ്രഹിക്കുന്ന രീതിയിൽ ഫിലിം ഇൻഡസ്ട്രി മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അമ്മയുടെ തലപ്പത്ത് പ്രത്യക്ഷത്തിൽ ഈ പുരുഷാധിപത്യം ഇല്ലാതായി, പക്ഷേ ഈ പവർ ഗ്രൂപ്പ് ഇല്ലാതായോ എന്ന ചോദ്യത്തിനെയും വിശ്വസിക്കാവുന്ന ഉത്തരം വരണം.